അന്നെൻ്റെ ബാബുജി നിന്നെ കെട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടായ ഞാൻ ഒരു മണ്ടനെ പോലെ ഇരുന്നില്ലേ, അതിപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അന്നൊക്കെ എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു. ഹസ്ബൻഡായിട്ട് എന്താ പ്രോബ്ലം? നിന്റെ ആക്ടിവിറ്റീസൊക്കെ ഇങ്ങനെ ഒരാൾ കൺട്രോൾ ചെയ്ത് എങ്ങനെ ഉണ്ടാവും? നമുക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ. എൻ്റെ പ്രഗ്നൻസി ടൈമിലൊക്കെ എനിക്കിങ്ങനെ കുറേ സംസാരിക്കണം തോന്നുമായിരുന്നു. ആ സമയത്ത് പോലും എൻ്റെ ഒരു ബേസിക് നീഡ് അഡ്രസ്സ് ചെയ്യാൻ അയാൾ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവണം. പക്ഷെ ആരായിട്ടാന്ന് ചോദിച്ചാ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. പിന്നെ ഞാനും അത് റിയലൈസ് ചെയ്യാൻ കുറെ ടൈമായി. എനിക്ക് ഒരു കാര്യം കൂടി നിന്റെ അടുത്ത് പറയാനുണ്ട്. ബാ. നീയാണോ കട്ടെടുത്തേ? ഇതെനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടേണ്ടതായിരുന്നു. പിന്നെ ഇനി ഇതിലെന്താ നോക്കട്ടെ. ചുമ്മാ പിടിച്ചേ. ദേഷ്യം പഠിപ്പിക്കല്ലേ. വേണ്ട 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 വേണ്ട, ഞാൻ വായിക്കും. ഇതെന്താ? ഇല്ല ഇല്ല, ഞാൻ വായിക്കും. എന്തെഴുതണമെന്ന് അറിയില്ല, എന്നാലും എൻ്റെ മനസ്സിലുള്ളത് ഞാൻ എഴുതുന്നു. ഐ ലവ് യു നിത്യ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്കത് അറിയുമോന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിന്റെ ഒപ്പം നടക്കാറുള്ളത്. പിന്നെ അത് ഒരുപാട് കൂടുതലായി. നീ എന്നോട് മിണ്ടിയില്ലെങ്കിലും എനിക്ക് നിന്നെ കേൾക്കാം. നീ ക്ലാസ്സിൽ വരാത്തപ്പോഴും ഞാൻ നിന്നെ കാണാറുണ്ട്. ഇപ്പോഴും വീട്ടിൽ പോയാലും നീ എൻ്റെ ഒപ്പമുണ്ട്. പഠിക്കാൻ പുസ്തകം എടുത്താൽ അപ്പോൾ ഓർമ്മ വരും. നിനക്ക് എന്നോട് ദേഷ്യമില്ല എന്നെനിക്കറിയാം. എനിക്ക് നിന്നോട് സ്നേഹം മാത്രമാണ്. ഇന്നലെ കളർ ഡ്രസ് ഇട്ട് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ. ചുവപ്പിൽ വെള്ള പൊട്ടുകളുള്ള ഒരു പൂമ്പാറ്റയെ പോലെ ഉണ്ടായിരുന്നു. ഞാൻ കുറെ നേരം നോക്കിയിരുന്നു. എന്നോട് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി. ഐ ലവ് യു. നീ എന്നെ സ്നേഹിക്കുമെന്ന വിശ്വാസത്തോടെ നിന്റെ സ്വന്തം ജിമ്മി.